السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾ ശ്രവിക്കാനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. അള്ളാഹു ഇതൊരു സുഹൃതമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പുകൾ, അനുബന്ധ കർമ്മങ്ങളൊക്കെയും അള്ളാഹു പൊരുത്തപ്പെടുന്ന ഇഖ്ലാസുള്ള കർമ്മങ്ങളായി നമ്മിൽ നിന്ന് അവൻ സ്വീകരിക്കുമാറാവട്ടെ. അവസാനം നരക മുക്തി നേടി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പ് കേവലം പട്ടിണി കിടക്കലല്ല, ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട്. റമളാൻ നോമ്പിലൂടെ ഒരുപാട് ദുശ്ശീലങ്ങളെ പിഴുതെറിയാനും മനസ്സിനെ, ശരീരത്തെ, ചിന്തയെ സംസ്കരിക്കാനും ശുദ്ധീകരിക്കുവാനുമുള്ള ശ്രമമാണ്, പ്രയത്നമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകേണ്ടത്. ഓരോ നോമ്പും അതിൻ്റെ വ്യക്തമായ സ്വാധീനം നമ്മിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നോമ്പിനേക്കാൾ കൂടുതൽ, ഇന്നലത്തെ നോമ്പിനേക്കാൾ കൂടുതൽ ഇന്നത്തെ നോമ്പ് എന്നിൽ എന്ത് മാറ്റം വരുത്തുന്നു, നാളത്തെ നോമ്പ് ഇന്നത്തെ നോമ്പിനേക്കാൾ എന്ത് മാറ്റം വരുത്തുന്നു എന്ന നിരന്തരമായ ഹിസാബ്, വിചാരണ, അതും തുടരെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നാം പറഞ്ഞതാണ്. റമളാൻ അനുഭവിക്കുന്ന ഒരു വിശ്വാസി ഷഅബാനിൽ നിന്ന് വ്യത്യസ്തമായി ഷവ്വാലിൽ പുതിയൊരു വിശ്വാസിയായി മാറുന്നില്ല എങ്കിൽ ഈ നോമ്പും റമളാനും അദ്ദേഹത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല എന്നതാണ് സത്യം. ഈ റമളാൻ കഴിയുമ്പോൾ ഓരോ നോമ്പും അനുഭവിച്ച് ആസ്വദിച്ച് അതിലൂടെ ആരാധനകൾ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ സാന്നിധ്യം അടുത്തറിഞ്ഞ് നാം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ വലിയ മാറ്റങ്ങൾ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, നിലപാടുകളിൽ, രീതികളിൽ, ഇടപാടുകളിൽ, ചിന്തകളിൽ, ബോധ്യങ്ങളിലൊക്കെ ഉണ്ടാക്കി തീർക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുമുണ്ട്. അങ്ങനെയാണ് ഷവ്വാലിൻ്റെ അമ്പിളിമാനത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു പുതിയ മനുഷ്യരായി വീണ്ടും നമ്മൾ പിറക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന കുറേ ദുശ്ശീലങ്ങളെ നമ്മൾ പെയ്തു മാറ്റേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പരിഹാസം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പരിഹാസത്തെ വളരെ ഗൗരവതരമായിട്ടാണ് നോക്കിക്കാണുന്നത്. പരിഹാസം അത് മറ്റുള്ളവന് വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് പല രീതിയിലും ഇപ്പോൾ നേരിട്ട് പറയുന്നു വേണ്ട, ചാനലുകളിൽ, സോഷ്യൽ മീഡിയകളിൽ, വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തുന്ന പരിഹാസത്തിൻ്റെ തോതും വലിപ്പവും ആഴവും ഘനവുമൊക്കെ നമുക്കറിയാം. മറ്റുള്ളവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അവൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന ഒന്നും
എന്നിൽ നിന്നുണ്ടാവില്ല എന്ന ഉറച്ച ഒരു തീരുമാനം ഒരു നോമ്പുകാരൻ എടുത്തേ മതിയാകും. അള്ളാഹു സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, ഒരു ജനത മറ്റൊരു ജനതയെ, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ, ഒരു കൂട്ടം പുരുഷന്മാർ മറ്റൊരു കൂട്ടം പുരുഷന്മാരെ പരിഹസിക്കരുത്. അത് വളരെ ഗൗരവതരമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പരിഹസിക്കുന്നവർ അറിയുന്നില്ല, അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഒരുപക്ഷെ ഈ പരിഹസിക്കപ്പെടുന്നവരെക്കാൾ പരിഹസിക്കുന്നവരെക്കാൾ പരിഹസിക്കപ്പെടുന്നവരായിരിക്കും നല്ലത്. നല്ലവരെയാണ് നമ്മൾ പരിഹസിക്കുന്നത്. ഏറെ കുറ്റവും കുറച്ചിലും കുഴപ്പവും ഒക്കെ ഉള്ള ആളുകളെ, ഇതൊന്നുമില്ലാത്ത നല്ല മനുഷ്യന്മാരെ പരിഹസിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു തിന്മയാണ്. നിങ്ങൾ പരസ്പരം പരിഹസിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ അന്യോന്യം പരസ്പരം കുത്തുവാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യരുത്. മനുഷ്യന്മാരെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, കേട്ടാൽ സങ്കടം വരുത്തുന്ന, പിന്നീട് അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരുന്ന, അതിൻ്റെ പേരിൽ പ്രയാസപ്പെടേണ്ടി വരുന്ന, ഒരുപാട് നേരം അതിനു വേണ്ടി സമയം മാറ്റിവെക്കേണ്ടി വരുന്ന വിധത്തിലുള്ള കുത്തുവാക്കുകൾ നിങ്ങൾ ചെയ്യരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് ആളുകളെ അപമാനിക്കുകയും ചെയ്യരുത്. ഇതൊക്കെ വലിയ തിന്മയാണ്. അതുകൊണ്ട് ഈ തിന്മകൾ നിങ്ങൾ പിഴുതെറിയാത്ത കാലത്തോളം, നിങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കാത്ത കാലത്തോളം, ഇതിൻ്റെ ആളുകളായി തന്നെയാണ് നാം വീണ്ടും വീണ്ടും ജീവിക്കുന്നതെങ്കിൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ എന്നാണ് അവസാനം അള്ളാഹ് പറയുന്നത്. അവർ തന്നെയാണ് കൊടിയ അക്രമികളും ധിക്കാരികളും എന്ന്. അതുകൊണ്ട് ഈ വിധത്തിൽ വല്ല സ്വഭാവവും നമുക്കുണ്ടെങ്കിൽ, അതേത് വിദ്യനെയാണെങ്കിലും, അതിൻ്റെ രൂപങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞു തരില്ല. ഈ സോഷ്യൽ മീഡിയ കാലത്ത്, പുതിയ യുഗത്തിൽ പരിഹാസത്തിൻ്റെ വിവിധങ്ങളായ രൂപങ്ങൾ, ഭാവങ്ങൾ, കോലങ്ങൾ, അല്ലേ, അതറിയുന്ന നിങ്ങളോട് പറയേണ്ടതില്ല. ഒറ്റ കാര്യമല്ല, യസ്ഖർ ഖൗമും മിൻ ഖൗം, പരസ്പരം നിങ്ങൾ പരിഹസിക്കാതെ ജീവിക്കൂ എന്ന് അള്ളാഹു നമ്മോട് പറയാൻ. മറ്റൊരു കാര്യമാണ്, നമ്മൾ പൂർണ്ണമായി ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അസൂയ എന്നത്. അസൂയയില്ലാത്തത് ഒരു ക്ഷേമകാലമാണ്. അസൂയയില്ലാത്ത കാലത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രതീക്ഷയോടെ കണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ലാ യസാലു നാസു ബിഖൈർ മാ ലം യതഹാസദു. അസൂയയില്ലാത്തൊരു കാലമുണ്ടല്ലോ, ഒരു നാട്, ഒരു ജനവിഭാഗം, ഒരു സമൂഹം, അത്രത്തോളം മെച്ചപ്പെട്ട ഒരു സമൂഹം വേറെ ഉണ്ടാവില്ല. അസൂയയാണ് സമൂഹത്തെ ദുഷിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതും എന്ന്. അതില്ലാത്ത ഒരു കാലക്രമത്തെക്കുറിച്ച്, ഒരു ചുറ്റുപാടിനെക്കുറിച്ച്, ഒരു സാമൂഹിക ക്രമത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആർക്കും ആരോട് അസൂയയിൽ എന്ത് സുന്ദരമായിരിക്കും, അല്ലേ? സഹോദരന്മാർക്കിടയിലെ ബന്ധം, കുടുംബങ്ങൾക്കിടയിലെ ബന്ധം, സഹപ്രവർത്തകർക്കിടയിലെ ബന്ധം, അല്ലേ? അതുപോലെ തന്നെ തൊഴിലാളികൾ മുതലാളിമാർ തമ്മിലുള്ള ബന്ധം, ഉള്ളവനും ഇല്ലാത്തവരും തമ്മിൽ, അങ്ങനെ നോക്കുമ്പോൾ അസൂയയില്ലാത്തൊരു കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തോടൊപ്പം ഇരിക്കുമ്പോഴാണ് ഒരാൾ പള്ളിയിലേക്ക് കയറി വരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഭവമാണ്. ഒരു മദീനക്കാരൻ, അൻസ്വാരിയ ഒരു സഹാബി, അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ തന്നെ റസൂൽ പറയുക, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയ ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കുവാണ്. ഒരു സാധു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്ന് അദ്ദേഹം വുളൂ ചെയ്തു നിസ്കരിച്ച അതേപോലെ തിരിച്ചുപോയി. ഇതേ വിധത്തിൽ 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വാക്കുകൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം പള്ളിയിൽ വന്ന് തിരിച്ചു പോകുന്നുണ്ട്. സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കുന്നവർ കാണുകയാണ്. അത് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രവാചകന്റെ നാവിലൂടെയാണ്. അത് വലിയ അത്ഭുതമാണല്ലോ, അല്ലേ? സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കുമ്പോൾ കാണണമെന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ? സഹാബി വര്യന്മാരിൽ ഒരാൾ എന്തുകൊണ്ടായിരിക്കാം എന്ന് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, അയാൾ പറഞ്ഞൊരു മറുപടിയാണ്. എന്തായിരുന്നു? എനിക്കാരോടും അസൂയയില്ല എന്നാണ്. എനിക്കാരോടും അസൂയയില്ല.
ഒരു മനുഷ്യനോട് എനിക്ക് വെറുപ്പില്ല, എൻ്റെ ഹൃദയത്തിൽ ആരോടും കാപട്യമോ വിദ്വേഷമോ വെറുപ്പോ ഇല്ല. ഈ പോയ സഹാബി പറയുന്നത് ഹാദല്ലദീ ബലഗ ബിക മാ ഖാല റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ കാരണം നിങ്ങളുടെ ഈ നിലപാട് തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അസൂയയില്ലാതെ ജീവിക്കുക സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന പുണ്യമായ ഒരു ഗുണമാണത്. അതുകൊണ്ട് ഈ എല്ലാ കുഴപ്പവും വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം സംഘർഷത്തിൻ്റെ തുടക്കം, അതുപോലെ തന്നെ അന്തഛിദ്രത കുടുംബത്തിൽ വ്യക്തിബന്ധങ്ങളിൽ ഒക്കെ ഉണ്ടാകാൻ പ്രധാനമായിട്ടുള്ള കാരണം അസൂയ. പറയേണ്ടതില്ലല്ലോ, അത് മറ്റുള്ളവൻ അള്ളാഹു കൊടുത്തൊരു നിയമത്ത് നീങ്ങിപ്പോകണം എന്ന് നാം ആഗ്രഹിക്കല അസൂയ എന്നതിൻ്റെ ചുരുക്കം. ഇതുപോലെയുള്ള തിന്മകൾ ജീവിതത്തിൽ നിന്ന് പീഡമാറ്റാനുള്ള ശ്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വൽ ഹസദ്, അസൂയ നിങ്ങൾ വല്ലാതെ അങ്ങ് സൂക്ഷിച്ചേക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? അത് ഈമാനിനെ കാർന്ന് തിന്നുന്ന തീയാണ്. ഫഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാത്ത്, നന്മകളെ അസൂയ തിന്നുകളയും. ഏതുപോലെ എന്നറിയോ? കമാ തഅ്കുലുൻ നാറു അൽ ഹത്തബ്, വിറകിനെ തീ കരിച്ച് കളയും പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പരിഹാസം അസീബ രണ്ടെന്താ? അസൂയ. മൂന്നാമത്തതാണ് അലസത, മടി എന്ന് പറയുന്ന കാര്യം. റമദാനായപ്പോൾ തന്നെ നമ്മൾ ഒരു നോമ്പ് നോൽക്കുന്നു എന്നതുകൊണ്ട് പല കാര്യത്തിലും അലസന്മാരാ. ശരിയാണോ? അല്ലേ? ഭയങ്കര മടിയാ വല്ല കാര്യം. നോമ്പല്ലേ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നോമ്പല്ലേ എന്നാ പറയും ഒരു പരിപാടി നിശ്ചയിക്കുമ്പോൾ നോമ്പല്ലേ എന്ന്. അങ്ങനെ പല കാര്യങ്ങളും റമദാനായതുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു അല്ലേ? ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ബദർ പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കാമായിരുന്നു. കാരണം ആ സന്ദർഭത്തെ കാലാവസ്ഥ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ ഇടയിലെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്, പട്ടിണി, ദാരിദ്ര്യം, കാഠിന്യം, അല്ലേ? അല്ല, റമദാനിൽ തന്നെയാണത് നടത്തേണ്ടത് എന്ന ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ തീരുമാനം. അത് റമദാൻ, അത് മാറ്റിവെക്കണം. റമദാൻ കഴിഞ്ഞിട്ടാവട്ടെ ബദർ എന്ന് അള്ളാഹ് തീരുമാനിച്ചില്ല. അപ്പം തന്നെയാണ് ബദർ മാത്രം മതി ഒഴികഴിവ് പറയാനുള്ള മാസമല്ല റമദാൻ എന്നതിൻ്റെ വ്യക്തമായ തെളിവിന്. നമ്മൾ പലപ്പോഴും നേരം വെളുത്ത് സുബഹി നിസ്കരിച്ച് വന്നാൽ, പണ്ടൊക്കെ ഞാൻ എൻ്റെ കാര്യമാണ് പറയുക, സുബഹി നിസ്കരിച്ചിട്ട് ഖുർആൻ 1-2 പേജ് ഓതുന്നവർ പോലും നിസ്കരിച്ചാൽ ഇപ്പോൾ ഓതുന്നില്ല, ഓടിങ് പോരുക. അല്ലേ? സബാഹ് അദ്കാറു സഹാബ്, അദ്കാറു സബാഹ്, പ്രഭാത പ്രാർത്ഥനകൾ ഉരുവിടുന്നവർ അതിനൊന്നും കഴിയുന്നില്ല, ക്ഷീണം, ഉറക്കം. എൻ്റെ ആകെ അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റു, അത്താഴം കഴിക്കുന്നു എന്ന് മാത്രം. അതിനു വേണ്ടി പല കർമ്മങ്ങളും ശേഷം മാറ്റിവെക്കുകയാണ്. എന്നിട്ട് ഒരൊറ്റ ഉറക്കാൻ, അല്ലേ? ഡ്യൂട്ടി ഒന്നുമില്ലെങ്കിൽ 10, 11, 12 അങ്ങനെ നീളും. ചിലപ്പോൾ ആരും വിളിച്ചിട്ടില്ലെങ്കിൽ ലോർ അസർ ഒന്നിച്ച് സംസ്കരിക്കുക, റൂമിൽ വിളിക്കാൻ ആളില്ലെങ്കിൽ. അത് ശരിയല്ല. റമദാൻ നമ്മൾ കൊയ്തെടുക്കാനുള്ളതാണ്. അത് വാരി വലിച്ച് വസാബിക്കുൽ ഖൈറാത്ത്, നന്മകൾ ചെയ്യാനുള്ള അങ്ങേയറ്റത്തെ ശുഷ്കാന്തിയും താല്പര്യവും മത്സരബോധവുമാണ് ഉണ്ടാകേണ്ടത്. മത്സരിച്ച് മുന്നേറി നേടിയെടുക്കേണ്ട സന്ദർഭമാണ്. പിന്നെ നമ്മൾ പോയി നിസ്കരിച്ചാൽ നമുക്ക് അലസത, മടി, ഒരു ആകെ 8 നിസ്കരിക്കുന്നുള്ളൂ. 8നും വലിയ ഒരു എന്താ പറയുക, അല്ലേ? പണ്ടൊക്കെ 8 നമ്പർ കുറവാണെങ്കിലും അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇവിടുത്തെ 8 ഇപ്പോൾ അതും കാണുന്നില്ല. ഒരില്ലേ അങ്ങനെയല്ലേ, 1-2 ആയത്ത് ഓതി, എന്നാലും അത് അത്രയും വളരെ ആവേശപൂർവം, അല്ലേ, ഏകാഗ്രതയോടുകൂടി മനസാന്നിധ്യത്തോട് നിസ്കരിക്കാൻ പറ്റാത്ത വിധം നമ്മൾ അലസന്മാരായി പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉൾപ്പെടെ നിങ്ങൾ വളരെ ജാഗ്രതയോടെ, മനസാന്നിധ്യത്തോടെ, ഏകാഗ്രതയോടെ, ആവേശത്തോടെയാണ് ഓരോ നിമിഷത്തെയും നമ്മൾ കാണേണ്ടത്, ഓരോ ഇബാദത്തിനെയും നമ്മൾ കാണേണ്ടത്. ഈ അലസത വിശിഷ്യ ആരാധനയിൽ വൈദാ ഖാമു ഇല സ്വലാത്തി, അള്ളാഹു ഖുർആനിൽ പറഞ്ഞു ഖാമു കുസാൽ, അവർ നൃത്തം കണ്ടാൽ തന്നെ അറിയാം മഹാമഡ്യന്മാരവർ, അല്ലേ? അള്ളാഹുവിനെ കുറിച്ച് വളരെ കുറഞ്ഞ സമയം അവർ ഓർക്കുന്നുള്ളൂ ആ നൃത്തത്തിൽ പോലും. അത്രയും മടിയന്മാർ. എന്തോ ഒരു നിസ്കാരം. അതുകൊണ്ട് നോമ്പ്, റമദാൻ
അത് നമ്മെ മടിയന്മാരാക്കാനല്ല, അത് കൂടുതൽ ആവേശവും ഊർജ്ജസ്വലതയും ഏകാഗ്രതയും ഭക്തിയും തഖ്വയും ഒക്കെ നൽകാനുള്ള വലിയ ആരാധനയാണ് എന്ന തികഞ്ഞ ബോധം തന്നെയാണ് നമുക്ക് വേണ്ടത് എന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ ലന്ന് എന്ന് പറയും. എന്താ ലന്ന് എന്ന് പറഞ്ഞാൽ? ഊഹമല്ലേ? ഊഹം. ഊഹം. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ ലന്ന്. ഇല്ലേ? നിങ്ങൾ അധികരിച്ച ഊഹത്തെ നിങ്ങൾ ഒഴിവാക്കണം. എന്തുകൊണ്ടെന്നാൽ ചിലപ്പോൾ ഊഹം കുറ്റം. നിങ്ങൾ തീരെ ഊഹിക്കണ്ട എന്നല്ല പറയുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഊഹിച്ച് കണ്ടെത്തേണ്ടതുണ്ടാകും. ഒരു കേസൊക്കെ തെളിയിക്കാൻ വേണ്ടി ജഡ്ജിയും അഡ്വക്കറ്റും പോലീസൊക്കെ ചിലതൊക്കെ ഊഹിക്കും. അതൊക്കെ വേണം. പക്ഷെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഊഹിച്ച് മറ്റുള്ളവന് അല്ലേ, നിങ്ങൾ ഇദ്ദേഹം ഫോൺ അതെന്തോ ഒരു മോശം റീല് കാണാം എന്ന് ഞാൻ വെറുതെ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടിയില്ല. ഇദ്ദേഹം സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ അതേതോ ഒരു പെണ്ണിനെ വിളിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കേണ്ടതില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ആ നിലക്ക് ഊഹങ്ങൾ വേണ്ടതില്ല. ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്. ഊഹമുണ്ടല്ലോ വലിയ കള്ളമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അനാവശ്യമായ ഊഹങ്ങൾ, അതുപോലെ തന്നെ കളവ്, ഈ വിധത്തിലുള്ള പിശുക്ക് കേട്ടോ, പിശുക്ക്, ഹൃദയത്തിൽ നിന്ന് പിശുക്ക് വലിച്ചെറിയാൻ കഴിയുന്നവരെ രക്ഷപ്പെടൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൽ നമ്മൾ കൂടുതലേ, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, റമളാനായ പറക്കാന അജ്വദ്, കാറ്റടിച്ച് വീശും പോലെ ഉദാരത പ്രകടിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു സമൂഹത്തിലാണ് നിങ്ങൾ നോക്കണം, റസൂൽ വളരെ പാവപ്പെട്ടവനാണ്, വളരെ പാവപ്പെട്ടവൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മദീനയിൽ ഞങ്ങൾ വന്നതിന് ശേഷം 2 ദിവസം തുടർച്ചയായി ഞങ്ങളുടെ അടുപ്പ് പുകയാറില്ല. പലപ്പോഴും ഞങ്ങളുടെ ഭക്ഷണം എന്താണ്? 2 കറുത്ത വസ്തുക്കളാണ്. അസ്വദാൻ, എന്താണത്? കാരക്കയും പച്ചവെള്ളവും. ഇങ്ങനെ ജീവിക്കുന്ന ഇങ്ങത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന റസൂലിനെ പറ്റിയാണ് എന്ത് പറയുന്നത്? റമളാൻ വരുമ്പോൾ ഔദാര്യത്തിൻ്റെ സദഖയുടെ കാര്യത്തിൽ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിനെ പോലെ ആര്? റസൂലുള്ളാഹി. ഏതൊരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ്? അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ധനികന്മാർ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ധനികന്മാർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെയുള്ള ധനികന്മാർ ജീവിച്ചിരിക്കുന്നൊരു സാമൂഹിക ക്രമത്തിൽ നിന്നുകൊണ്ട് ആര്? ഒന്നുമില്ലാത്ത റസൂല് ഉദാരതയുടെ ഉജ്ജ്വലമായ മാതൃക അടയാളപ്പെടുത്തുന്നത്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മുടെ പാഠം. അതാണ് നമ്മൾ അനുകരിക്കേണ്ടത്. ഈ പിശുക്കൊക്കെ മാറ്റിയിട്ട് വത്തഖുശുഹ, പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നാൽ ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലക്, പൂർവിക സമുദായത്തിൻ്റെ നാശത്തിനും ഉന്മൂലനത്തിനും കാരണമായ ഒരേ ഒരു ഹേതു എന്ന് പറയുന്നത് കാരണം അത് പിശുക്ക. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. തുറന്ന ഹൃദയം, അനുകമ്പയും അതുപോലെ തന്നെ ആർദ്രതയുമുള്ള, മറ്റുള്ളവൻ്റെ വേദന കണ്ട് അനുഭവിക്കാൻ കഴിയുന്ന തന്മയീഭാവത്വം, എമ്പതി എന്ന് പറയും അല്ലേ? നമ്മെ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിർത്തി അല്ലേ, അതെനിക്കായിരുന്നെങ്കിൽ എന്നാലോചിച്ചിട്ട് അവൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണും വിധത്തിലുള്ള ഉദാരത നേടിയെടുക്കാൻ കൂടി ഈ മാസം നമ്മെ സഹായിക്കണം. ആ ഒരു പ്രയത്നത്തിൽ ആ വിധത്തിലുള്ള ജീവിതവുമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ ഈ പരിഹാസം, അതുപോലെ തന്നെ അസൂയ, അതുപോലെ ഊഹം, കളവ്, പിശുക്ക് തുടങ്ങിയ തിന്മകളൊക്കെ അറുത്ത് മാറ്റി സംശുദ്ധമായ ഒരു ജീവിതം നയിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളുമാണ് ഈ നല്ല ദിനങ്ങളിൽ നമ്മിൽ ഉണ്ടാകേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ ഞങ്ങൾക്ക് ഹൃദയവിശാലത നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന, ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന എല്ലാ തിന്മകളും പിഴുതി മാറ്റി സംശുദ്ധമായ ജീവിതം നയിക്കാനുള്ള, നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ നോമ്പിനെ സ്വീകരിക്കണമേ റഹ്മാനെ. നരകമോചനം സിദ്ധിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, നീ പ്രാർത്ഥനക്കുത്തരം നൽകപ്പെടുന്നവർ എന്ന് പറയപ്പെട്ട ഈ നോമ്പ് തുറക്കും മുമ്പുള്ള പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ശാരീരികമായ മാനസികമായിട്ടുള്ള രോഗങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീ അകറ്റണമേ റഹ്മാനെ. ഈ മാസത്തെ മുഴുവൻ നോമ്പുകളും ആരോഗ്യത്തോടെ
വീട്ടാനുള്ള കഴിവ് ഞങ്ങൾക്കും കുടുംബത്തിനും നീ നൽകണമേ റഹ്മാനെ. നരകത്തിൽ നീ ഇത്തക്ക് ചെല്ലുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പലവിധ രോഗത്തിൽ പ്രയാസത്തിലാണ്. എല്ലാവർക്കും നീ ശിഫ ആഫിയത്ത് നൽകണമേ റഹ്മാനെ. താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു പരീക്ഷണവും ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാനെ. ഗുരുതരമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് വലിയ ആപത്ത് മുസീബത്തുകൾ ഞങ്ങൾ നീ കാക്കണമേ റഹ്മാനെ. നീ നൽകുന്നതിൽ നൽകിയതിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണമേ റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് ബുദ്ധി, തിരിച്ചറിവ്, വിവേകം നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم. سبحان ربك رب العزة عما يصفون. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.